ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കഷ്ടാനുഭവ ആഴ്ചയുടെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഒരു കാലമാണ്. നോമ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. കഴിഞ്ഞ ചില നാളുകൾ ഒരു നോമ്പിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എപ്രകാരമാണ് ആ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടത്, അനുഗ്രഹപ്രദമായത് എന്ന് ഒന്ന് പുനഃപരിശോധിക്കുവാനൊക്കെ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമുക്ക് പരിചിതമാണ്. കാണാതെ പോയ ഇതിനെക്കുറിച്ചും അത് കണ്ടെത്തുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ 3 ഉപമകളിൽ അവിടെ വിശദീകരിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ഉപമ ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. നമുക്കെല്ലാവർക്കും അത് പരിചിതമാണ്. അതിൽ ഒരു വാക്യം ഇപ്രകാരമാണ്: അപ്പോൾ അവന് സുബോധം വന്നു. എപ്പോഴാണ് ഈ ധൂർത്തപുത്രന് സുബോധം വന്നത് എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ നോമ്പിൻ്റെ ഒരു അവസാന നാളിലേക്ക് കടന്നു വരുമ്പോൾ എപ്രകാരമാണ് ആ ഒരു സുബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് ആ ധൂർത്തപുത്രനെ പ്രവേശിക്കുവാൻ സാധിച്ചത്? വാസ്തവമായിട്ടുള്ള ആ സുബോധത്തിൻ്റെ അനുഭവം നമ്മളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ഈ കാലത്ത് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. നമുക്കറിയാം, ധൂർത്തപുത്രൻ്റെ ആ കഥ നമുക്കെല്ലാവർക്കും കാണാപ്പാഠമാണ്. തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അത്ര സുഖകരമല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് പുറത്തുള്ള ജീവിതമാണ്, പുറത്തുള്ള സ്നേഹമാണ് എന്നൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ അനുഭവത്തിലാണ് അവൻ ആ അപ്പൻ്റെ ഭവനം ഉപേക്ഷിച്ച് പുറത്തേക്ക് വരുന്നത്. ചില ആദ്യത്തെ നാളുകളൊക്കെയും നല്ലതായിരുന്നു. എന്നാൽ ചില നാളുകൾക്ക് ശേഷം അവൻ്റെ ജീവിതത്തിൽ അവനൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, ആരും അവനെ സഹായിക്കുവാനായിട്ടില്ല, ഭക്ഷണം ലഭിക്കുവാനായിട്ടില്ല, ദാരിദ്ര്യത്തിൻ്റെ അനുഭവം അവൻ ഏറ്റവും കൂടുതൽ ആ ദിവസങ്ങൾ അനുഭവിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒറ്റപ്പെടലിൻ്റെ വേദന, ആരുമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ അനുഭവം. ധൂർത്തപുത്രൻ്റെ അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു തോന്നിയതുപോലെയുള്ള നടപ്പിൻ്റെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ നമുക്ക് ബോധിച്ചതുപോലെയുള്ള ഒരു നടപ്പിൻ്റെ അനുഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു പക്ഷേ ദൈവത്തെ അറിയുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോഴും നമ്മൾ ആരാധനയിലൊക്കെ പങ്കെടുക്കുമ്പോഴും നമ്മളൊരു ബോധിച്ചതുപോലെയുള്ള ഒരു നടപ്പിൻ്റെ അനുഭവത്തിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒക്കെ നടന്നതിൻ്റെ ചില പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ആ ഒരു പ്രത്യാഘാതം അവൻ്റെ ജീവിതത്തിലുണ്ടായി. അവൻ വാസ്തവത്തിൽ അനുഭവിച്ചത് ഒരു സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ്. ജീവിതത്തിൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു, ആരും അവന് കൂടെയില്ലാതെ പോകുന്ന ഒറ്റപ്പെടലിൻ്റെ അനുഭവം ജീവിതത്തിൽ വലിയ വേദനയാണ്. അപ്രകാരം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ആളുകൾക്ക് അതിൻ്റെ വേദനയുടെ തീവ്രത എത്രയുണ്ട് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്രകാരം ഒരു ദിവസത്തിലാണ് അവന് ഒരു ഓർമ്മ വരുന്നത്, അവൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ച്. സ്നേഹത്തിൻ്റെ സമൃദ്ധിയുള്ള അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഒരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. ആ ബോധ്യം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴാണ് അവൻ സുബോധം വന്നു എന്ന് മനസ്സിലാക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ നോമ്പ് കാലത്ത്? ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ. അതാണ് പൗലോസ് പറയുന്നത്, ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്ര, അതിൻ്റെ വീതി എത്ര, അതിൻ്റെ നീളം എത്ര, അതിൻ്റെ ഉയരം എത്ര എന്നൊക്കെ പൗലോസ് ചോദിക്കുന്നു. അത് അളക്കുവാനായിട്ട് സാധിക്കും. ദൈവസ്നേഹത്തിൻ്റെ ആഴവും അതിൻ്റെ വീതിയും അതിൻ്റെ നീളവും അതിൻ്റെ ഉയരവും നമുക്ക് അളക്കുവാനായിട്ട് സാധിക്കും. വാസ്തവമായിട്ട് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്ര മാത്രമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് സുബോധമുണ്ടാകുന്നത്. ഈ ധൂർത്തപുത്രന് സുബോധമുണ്ടായത് അവൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സമൃദ്ധി, അവൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ അവന് ഒരു ദിവസം ഓർമ്മ വരികയാണ് സ്നേഹത്തിൻ്റെ സമൃദ്ധിയുള്ള അവൻ്റെ ഭവനത്തെക്കുറിച്ച്, അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച്. ഈ ഒരു തിരിച്ചറിവ്, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഈ ലോകത്തിൽ ഇതിനേക്കാൾ കൂടുതലായി സ്നേഹിക്കുവാൻ എനിക്കൊരാളില്ല എന്നൊരു തിരിച്ചറിവ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തെക്കാൾ വലിയൊരു അത്ഭുതമില്ല.
ആ ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൻ്റെ അത്ഭുതങ്ങളെ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ഒരു തിരിച്ചു നടപ്പുണ്ടാകുന്നത്. അപ്പോഴാണ് സുബോധം വരുന്നത്. ആ ദൂർത്തത്തിന് സുബോധം ഉണ്ടായത് ആ ഓർമ്മയിലാണ്. അപ്പോഴാണ് തിരിച്ച് നടപ്പ് ഉണ്ടായത്. ഇനി ആ തിരിഞ്ഞടപ്പിൽ നിന്ന് ഒരു ശക്തിക്കും, അതാണ് പൗലോസ് പറയുന്നത്, ഇനി ഒരു ശക്തിക്കും ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഈ തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ പിന്നെ ഒരു ശക്തി, ലോകത്തിൻ്റെ ഒരു പ്രലോഭനങ്ങൾക്കും അവനെ അതിൽ നിന്ന് മാറ്റുവാനായിട്ട് സാധ്യമല്ല. ആ ഒരു ബോധ്യമാണ്. ബോധിച്ചതുപോലെയുള്ള നടത്തത്തിൽ നിന്ന് ചില ബോധ്യങ്ങളുടെ നടപ്പിലേക്ക്, നീതിബോധത്തിൻ്റെ, സത്യബോധത്തിൻ്റെ ഒക്കെ ചില ബോധ്യങ്ങളുടെ നടപ്പിലേക്ക് നമ്മളുടെ ജീവിതം മാറുന്നതാണ് സുബോധം. ഈ നോമ്പ് കാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ബോധ്യം നമ്മളുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ബോധിച്ചതുപോലെയുള്ള നടപ്പിൽ നിന്ന് ചില ബോധ്യങ്ങളുടെ നടപ്പ്, ഒരു ദൈവസ്നേഹത്തിൻ്റെ ആഴമേറിയ ബോധ്യം. പലപ്പോഴും ആ ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ തിരിഞ്ഞു നടപ്പ് നമുക്ക് സാധിക്കാത്ത. ഈ നോമ്പ് കാലത്ത് ആ ഒരു ബോധ്യത്തിലേക്ക് വരുവാൻ, ദൈവസ്നേഹത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ, ഈ ലോകത്തിൽ അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന് തിരിച്ചറിയുവാൻ, അതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല എന്ന് തിരിച്ചറിയുവാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നടക്കുവാൻ, ആ സുബോധത്തിൻ്റെ, ആ ബോധ്യത്തിൻ്റെ അനുഭവത്തിൽ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഒരു പ്രാവശ്യം കൂടി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിലും പലപ്പോഴും ധൂർത്തപുത്രനെ പോലെ ഞങ്ങളുടെ നടപ്പൊക്കെയും ഞങ്ങളുടെ ജീവിത രീതികളൊക്കെയും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയും ഞങ്ങൾക്ക് ബോധിച്ചതുപോലെയൊക്കെ നടക്കുന്നവരാണ്. ഈ നോമ്പിൻ്റെ അനുഭവം, ആ ദൈവസ്നേഹത്തിനെ കുറിച്ചുള്ള ഒരു ബോധ്യം ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നൽകണമേ. ആ ബോധ്യത്തിൻ്റെ അനുഭവത്തിൽ ആ അപ്പൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുവാൻ ഈ നോമ്പുകാലം ഞങ്ങളെ സഹായിക്കണമേ. വാസ്തവമായിട്ട് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം ഞങ്ങളുടെ ഉള്ളത്തിൽ ഒന്ന് അനുഭവിച്ചറിയുവാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ നൽകണമേ. അപ്രകാരം ആ ബോധ്യത്തിൽ തുടർന്നുള്ള നാളുകളിൽ ജീവിതത്തിൻ്റെ ഒരു പുതുക്കത്തിൽ നടക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വം കേൾപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ.